നമസ്കാരം. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ഭീകരനായ ജീവി ഏതെന്ന ചോദ്യം വന്നാൽ തീർച്ചയായും നമ്മുടെ ഉത്തരങ്ങൾ ദിനോസറുകളിലേക്ക് നീങ്ങും. സ്റ്റീവൻ സ്പിൽബർഗിന്റെ ജുറാസിക് പാർക്കിലൂടെയും പിന്നീട് പുറത്തിറങ്ങിയ ഇതേ ജനസിലുള്ള സിനിമകളിലൂടെയും ദിനോസറുകളുടെ ഭീകരത നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും ഭീകരൻ ടീറെക്സ് എന്ന ദിനോസറാണ്. ദിനോസറുകളുടെ കൂട്ടത്തിലെ രാജാവെന്നറിയപ്പെടുന്ന ടീറെക്സിന് ഒറ്റക്കടിക്ക് ഇപ്പോൾ നിരത്തിലോടുന്ന കാറുകളെ കടിച്ചു കുടഞ്ഞെറിയുവാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ നമ്മൾ അറിയുന്നതിനേക്കാൾ വലിപ്പവും ഭാരവും ഉണ്ടായിരുന്നു ടീറെക്സുകൾക്ക് എന്നാണ് ശാസ്ത്രലോകത്തിന്റെ കണ്ടെത്തൽ. ഫോസിൽ വെച്ചുള്ള കണക്കുകൂട്ടലിൽ ടീറെക്സിന് ഏകദേശം 12 മീറ്റർ നീളവും 8800 കിലോഗ്രാം ഭാരവുമുണ്ട്. 6.6 കോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമി അടക്കി വാണിരുന്ന ഈ ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയത് തന്നെ അത്യപൂർവമായാണ്. ദിനോസറുകളെ കുറിച്ചുള്ള ധാരണകളെ മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നു ടീറെക്സ് ഫോസിലിന്റെ കണ്ടെത്തൽ. എങ്കിലും നേരത്തെ കണ്ടെത്തിയിരുന്ന ടീറെക്സിനേക്കാൾ ഭീമാകാരന്മാരായിരുന്ന ടീറെക്സുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. കമ്പ്യൂട്ടർ മോഡലുകൾ വെച്ച് നടത്തിയ പഠനമാണ് ഫോസിലുകൾ കാണിച്ചു തന്ന ടീറെക്സിനേക്കാൾ വലിയ ടീറെക്സുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിച്ചത്. നമ്മൾ ഇതുവരെ കരുതിയതിനേക്കാൾ 70% അധികം വലിപ്പമുള്ള ജീവികളായിരുന്നു ടീറെക്സുകൾ എന്നാണ് കണ്ടെത്തൽ. ഇത് ഈ ദിനോസറുകളെ കുറിച്ചുള്ള ധാരണകളെ പിന്നെയും ഭീകരമാക്കി മാറ്റുന്നു. നിലവിൽ 8.8 ടൺ എന്ന് കരുതുന്ന ടീറെക്സിന് 15 ടൺ വരെ ഭാരമുണ്ടായിരുന്നു. 12 മീറ്റർ വലിപ്പമുണ്ടായിരുന്നു എന്നാണ് നേരത്തെ കരുതിയിരുന്നത്. ഇതിപ്പോൾ 15 മീറ്റർ വരെ വലിപ്പമുണ്ടാകാമെന്നാണ് പറയുന്നത്. ഒരു ബസ്സിന് ശരാശരി 12 മുതൽ 13 മീറ്റർ വരെ മാത്രമാണ് വലിപ്പം. ബസ്സിന്റെ നീളവും കാറിനെ കടിച്ചെടുത്ത് വലിച്ചെറിയാൻ ശേഷിയുള്ള പല്ലുകളുമുള്ള ഭീകര ജീവിയായിരുന്നു യഥാർത്ഥത്തിൽ ടീറെക്സ്. ശരാശരി മനുഷ്യന്റെ ഉയരം എന്നത് 5 അടി 9 ഇഞ്ചാണെങ്കിൽ ടീറെക്സിന് 49 അടി വരെ വളരാൻ സാധിച്ചിരുന്നു. മനുഷ്യന്റെ ശരാശരി ഭാരം എന്നത് 62 കിലോഗ്രാം ആണെങ്കിൽ ടീറെക്സിന്റെ ശരാശരി ഭാരം 1.5 ടൺ ആയിരുന്നു. ജേണൽ ഇക്കോളജി ആൻഡ് ഇവല്യൂഷനിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ലണ്ടനിലെ ക്യൂൻ മേരി സർവകലാശാലയിലെയും കാനഡയിലെ കനേഡിയൻ മ്യൂസിയം ഓഫ് നാച്ചുറലിലെയും ഗവേഷകരാണ് പുതിയ പഠനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ടീറെക്സ് പോലുള്ള ദിനോസറുകളുടെ ഫോസിലുകളിൽ നിന്നും ലഭിച്ച തെളിവുകളെക്കാൾ വലുതായിരുന്നു അവയുടെ യഥാർത്ഥ രൂപം. ഫോസിലുകളെ മാത്രം അടിസ്ഥാനമാക്കി ഇത്തരം ജീവികളുടെ വലിപ്പം നിർണ്ണയിക്കാൻ നമുക്ക് കഴിയില്ല എന്നതിൻ്റെ തെളിവുകളാണ് പുതിയ പഠനം നൽകുന്നതെന്നാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളായ ഡോക്ടർ ജോർദാൻ മാലൺ പറയുന്നത്. ടീറെക്സുകളുടെ പല്ലുകളിൽ ഇരുമ്പ് കൂടിയ അളവിൽ ഉണ്ടായിരുന്നുവെന്ന് മറ്റൊരു പഠനം സൂചിപ്പിക്കുന്നുണ്ട്. മാംസഭുക്കുകളായ ടീറെക്സിന് ഇരകളെ എളുപ്പം കടിച്ചു കീറാൻ ഇതുവഴി സാധിച്ചിരുന്നു. കിങ്സ് കോളേജ് ലണ്ടനിലെ ഡോക്ടർ ആരോൺ ലെബ്ലാങ്ക് ആണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയത്. ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പല്ലുകളായ കൊമോഡോ ഡ്രാഗണുകളിലേതിന് സമാനമായി വളഞ്ഞ പല്ലുകൾ ഇരകളെ കടിച്ചു കീറാൻ ഇത്തരം ദിനോസറുകളിൽ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു. കൊമോഡോ ഡ്രാഗണുകളുടെ പല്ലുകളിലും കൂടിയ അളവിൽ ഇരുമ്പ് കാണപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.